ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടൊരു വ്ളോഗ്, സ്പെഷ്യലായിട്ടൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ അതേപോലെ തന്നെ അവളുമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ആരംഭിച്ച് തല മസാജ് ചെയ്യുന്ന കേട്ടോ ഇപ്പോഴത്തെ പരിപാടി. അവൾ എനിക്ക് രാവിലെ തന്നെ ചെയ്തു തരും. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു കാറാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇത് പള്ളി പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഹോണ്ടയുടെ കാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഇത് എടുത്തിട്ടില്ല. ഷോറൂമിൽ കോട്ടയത്തായിരുന്നു ഷോറൂം. അപ്പം എനിക്ക് ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആർക്കും അവിടുന്ന് പോയി എടുത്തുകൊണ്ട് വരാനുള്ള സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് അവരോട് വീട്ടിൽ കൊണ്ടുപോയി തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഫോട്ടോസിൽ താക്കോലൊക്കെ കൈമാറുന്നതൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ അത് അവർ പറഞ്ഞൊക്കെ കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക് കാറാണേ. അപ്പോൾ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറൊന്ന് വെഞ്ചരിക്കണം. അപ്പോൾ വെഞ്ചരിക്കാനൊക്കെ ആയിട്ട് കാറ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാനും ഇച്ചായനും ഒരുപാട് നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തത് മാരുതിയുടെ സുസുക്കി ആയിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അത് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമേ കളറായിരുന്നു. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് റെഡ് കളറായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു കാർ എടുക്കുമ്പോൾ റെഡ് കളർ കാർ എടുക്കണമെന്നുള്ളത്. പക്ഷേ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഹോണ്ട പെട്ടെന്നപ്പോൾ ഇതിന് വൈറ്റാണ് ഏറ്റവും അവൈലബിൾ ആയിട്ട് നമുക്ക് സ്പീഡപ്പായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വൈറ്റ് എടുത്തത്. പിന്നീട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് റെഡിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ കാറ് വെഞ്ചരിക്കാനായിട്ട് പള്ളി കൊണ്ടായിട്ട് അവൾ കാറ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര ജോളിയായി. പള്ളിയിലോട്ടാണോ എന്നൊന്നും അവൾക്കറിയേണ്ട ആവശ്യമില്ല. അവൾ ജോളിയായിട്ട് എപ്പോഴും പുറകോട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ടുള്ള നോട്ടമാണ് ഏത് കാറിൽ പോയാലും. അപ്പോൾ ഇത് വെഞ്ചരിക്കാനായിട്ട് അവിടെ കൊണ്ടിട്ടേക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുകയും പറയുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. കുർബാന കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ പപ്പയുടെ അമ്മയുടെ ഓർമ്മ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കല്ലറയിൽ ചെറുതായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്, അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്യാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് അച്ഛൻ വരാറായപ്പോഴത്തേനാണ് വന്നിട്ട് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കാറ് വെഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പം കാറ് വെഞ്ചരിക്കാൻ ചെന്ന സമയത്ത് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപയോഗത്തിനായി ലഭിച്ചിരിക്കുന്ന ഈ വാഹനം നിന്റെ ദാനമാകുന്നു. ഈ വാഹനം വാങ്ങുന്നതിന് നിന്റെ ദാസനെ സഹായിച്ചതിനായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സദാ നിന്നിൽ തന്നെ ജീവിക്കുകയും ധരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നല്ലോ. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനാൽ കർത്താവേ, നിന്റെ കാവലും സഹായവും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ രാജാക്കന്മാർ യോസേഫിനെ സംരക്ഷിച്ച രാജാവും നാഥനുമാക്കി പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും അഹ്റോന്റെ ധൂപവും യാസിന്റെ വാളും ഇസ്രായേലിൽ നിന്ന് കോപമരണവും നിരോധിച്ചുകൊണ്ടുപോയി കരുണാപൂർവ്വം കരുണയും ചെയ്യുമാറാകണമേ. ശുദ്ധീകരണത്തിനുള്ള കളിപ്പായ്ക്ക് വേണ്ടപ്പോഴായിരിക്കുന്ന പിതാവിന്റെയും തന്നെയും പരിശുദ്ധമായ നാമത്തിൽ ഈ ജലം ആശീർവദിക്കപ്പെടുന്നു. വിവാഹം ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ വിവാഹനം ശുദ്ധീകരിക്കപ്പെടുന്നു.
അങ്ങനെ കാറും കാര്യങ്ങളൊക്കെ വെഞ്ചരിച്ചു. നല്ല രീതിയിലൊക്കെ പോയി. എല്ലാവർക്കും കാറൊക്കെ ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ മണർകാട്ടമ്മയുടെ അടുത്ത് പോയി കാറ് വെഞ്ചരിക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഇരുന്നത് ഞാനും ഇച്ചാനും. പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇച്ചാൻ വരാൻ കുറച്ച് ലേറ്റാവും. ഈ മന്ത് തന്നെ വരും. അപ്പോൾ ആൾ വന്നിട്ട് പോയേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ കാറ് വെഞ്ചരിക്കാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് വെഞ്ചരിച്ചത്. അങ്ങനെ കാറ് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ മീൻ മേടിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഏട്ടക്കൂരി വാങ്ങിച്ചു കേട്ടോ. ഏട്ടക്കൂരി വെച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. കളർ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. കാരണം ഇത് ഞാൻ വെച്ച കറിയാണ്. കളർ കണ്ടിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മ ജനുവരിയിൽ ആക്കിയില്ല, കലണ്ടർ മാറ്റിയില്ലല്ലോ, അതിൻ്റെ ഇതാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ജനുവരിയിലേക്ക് മാറ്റിയതിന് ശേഷം, ഞങ്ങളുടെ കല്യാണ കലണ്ടറാണ് കേട്ടോ, മാറ്റിയതിന് ശേഷം അവൾ ഇച്ചാനെ കണ്ടതിന് ശേഷം പിന്നെ ഭയങ്കര എന്തൊക്കെയോ സംസാരം. ഇപ്പോൾ ആദ്യമേ പാപ്പാന്നൊക്കെ വിളിയായിരുന്നു. ഇപ്പോൾ പപ്പാന്നൊക്കെ പതുക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൾ ഇച്ചാൻ്റെ അടുത്ത് നിന്ന് മാറത്തില്ല. എന്നാൽ ഇച്ചാനെ കണക്ട് ചെയ്യാന്ന് വെച്ചപ്പം ആൾ അവൈലബിളും അല്ലായിരുന്നു. അപ്പം ഇവളെന്തൊക്കെയോ അവിടെ നിന്ന് എന്തൊക്കെയോ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇച്ചാനെ പറ്റി. തന്നെയും പിന്നെയും മറിഞ്ഞും തിരിഞ്ഞും പോകുന്ന വഴിക്കെല്ലാം എന്തൊക്കെയോ കൈ ചൂണ്ടി സംസാരിക്കലായിരുന്നു കേട്ടോ അവളുടെ ഭാഷയിൽ. അതിനുശേഷം ഞങ്ങൾ പെരുന്നാളിൽ ഇവിടെ തൊട്ടടുത്തൊരു പെരുന്നാളുണ്ട്. അപ്പം അവിടെ പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ സീസൺ ആണല്ലോ. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പോൾ തൊട്ടടുത്ത പള്ളിയിലൊക്കെ പെരുന്നാൾ വരുമ്പോൾ പോകാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ പോകാമെന്ന് വെച്ചു. അപ്പോൾ അവൾ പോകാമെന്ന് റെഡിയാക്കാനിരുന്നപ്പോഴത്തേന് എവിടുന്നോ ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് അത് ചുറ്റിപ്പിടിച്ച് ഇരിക്കലാണ് ഈ വീഡിയോയിൽ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പം ആദ്യമേ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതവിടെ അപ്പുറത്തെ ഒരു കുരിശും തൊട്ടിയിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ തിരക്കുകൾ ഭയങ്കരമായിട്ട് കൂടുവേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ തന്നെ പള്ളിയിലേക്ക് പോയിട്ടാ. പ്രത്യേകിച്ച് ഒത്തിരി കടകളും കാര്യങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം 3-4 കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനോ കളിപ്പാട്ടം വാങ്ങിച്ച് ഇവൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇതുപോലെ സ്പൈഡർമാൻ, ലോറി, കാറ് ഇതൊന്നും ഇവൾക്ക് ഇഷ്ടമേ അല്ല. ഇച്ചാൻ അവൾക്ക് ഒരു ഈ ഡാൻസൊക്കെ കളിക്കുന്നതിൻ്റെ ഒരു ടോയ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അത് ഓൺ ചെയ്യുമ്പോഴത്തേന് അവൾക്ക് അതൊട്ടും താല്പര്യമില്ല. അല്ലാണ്ടുള്ള പാവകളാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതിന് മിട്ടു എന്ന് വിളിച്ചിട്ട് അനീത്തിയാണ് മിട്ടു എന്നുള്ള പേര് വിട്ടുകൊടുത്തത്. അപ്പം അവൾ അത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബാർബി ഡോളിൻ്റെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴുത്തിലൂടെ തൂക്കിക്കഴിഞ്ഞപ്പോൾ അത് നെഞ്ചിലിങ്ങനെ പിടിച്ചാണ് നടപ്പെല്ലാം. അത് വിട്ട് കളഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വളയും മാലയൊക്കെ, അപ്പോൾ അതിനൊക്കെ നല്ല വലിയ എന്താ പറയുക ഒരു ഭംഗി തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഇവൾക്കുള്ളതായിരുന്നു സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാർബി ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവൾക്ക് അതൊന്നും ഇട്ട് കളിക്കാൻ പറ്റത്തില്ല. കാരണം അവളതൊന്നും യൂസ് ചെയ്യത്തില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് അവൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഉഴുന്നാടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഒത്തിരി ഒന്നും മേടിക്കാൻ നിന്നില്ല. കാരണം എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടിട്ട് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഇപ്പം ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം കേട്ടോ ഇതിലൂടെയൊക്കെ ഈ വൈകിട്ട് വരണത്. അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ മാതാവിൻ്റെ ഇപ്പം നല്ല ഭംഗി, എന്താ പറയുക, നല്ല തേജസ് ഉണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് പള്ളിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പം വെടിക്കെട്ട്, ഞങ്ങൾ മെയിനായിട്ട് ഇത് കാണാൻ പോകാൻ താല്പര്യപ്പെട്ടത് വെടിക്കെട്ടാണ്. അപ്പോൾ വെടിക്കെട്ടിൻ്റെ സമയം ഒരു 7-7:15 ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ
കുറച്ചുകൂടി ലാഗ് ചെയ്ത് ഇവിടെ നിർത്തി. അപ്പോൾ അവൾ ഈ ബാർബി ഡോളിൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അനീത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവൾക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അത് ഊരത്തില്ല, അത് പക്ഷേ എവിടെയും ക്ലിക്ക് ചെയ്യത്തില്ല, പക്ഷേ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വെടിക്കെട്ടിൻ്റെ സമയമായപ്പോഴത്തേന് അനിയൻ പറഞ്ഞത് ആ വെടിക്കെട്ട് തുടങ്ങാറായി, ഇനി പോന്നോളാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ കുരിശുതൊട്ടിയിൽ ചെന്നപ്പോഴത്തേന് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് ഭാഗം എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അവൾ കുറേ നേരം ഇങ്ങനെ മേടിച്ചു. ഞാൻ വിചാരിച്ച് അവൾ പേടിക്കുമായിരിക്കും, അത്യാവശ്യം ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അവൾ പേടിച്ചൊന്നുമില്ല. ഒത്തിരി നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽപ്പായിരുന്നു, കണ്ണെടുക്കാണ്ട് നോക്കുമായിരുന്നു. ഈ കളറുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവൾക്ക് ഞങ്ങളിവിടെ ഈ പൂക്കുറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പൂത്തിരിയൊക്കെ കത്തിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽപ്പായിരുന്നു. അങ്ങനെ അതിനുശേഷം വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ചെണ്ടമേളം അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു തിരുരൂപം കണ്ടുവിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നും, അതുപോലത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെണ്ടമേളം കൊട്ടും പ്രദക്ഷിണവും ഒക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പുതിയ അതിഥീനെയും കണ്ടു, അടുത്തുള്ള പെരുന്നാളും കണ്ടു. ഇനി പെരുന്നാളുകൾ കിടക്കാൻ പോകുന്നതേ ഉള്ളൂ. തൊട്ടടുത്തടുത്തൊക്കെ പെരുന്നാളുകൾ, വലിയ പെരുന്നാളുകളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. അതൊക്കെയാണ് കാണാൻ കിടക്കുന്നത് തന്നെ. അപ്പോൾ ഇച്ചാൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അതെല്ലാം അടിച്ച് പൊളിക്കാനായിട്ട്. ആളിപ്പോൾ പെട്ടെന്ന് വരും, ആളെ കാണാനുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റിൽ ദെൻ ബൈ.